ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നമ്മെ ഇഞ്ചിഞ്ചായി കൊല്ലുമെന്ന് ആരോഗ്യ വിദഗ്ധർ. ചെറിയ അസുഖങ്ങൾക്ക് പോലും ആന്റിബയോട്ടിക്കുകളെ ആശ്രയിക്കുന്ന മലയാളിയുടെ ശീലം ഒഴിവാക്കണമെന്ന് ആരോഗ്യമേഖലയിലുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രാഥമിക ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്ക് ചില ഡോക്ടർമാർ ആന്റിബയോട്ടിക്കുകൾ നൽകുന്നതിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട്. പനി വന്നാൽ പെട്ടെന്ന് മാറാൻ ആശ്രയിക്കുന്നത് ആന്റിബയോട്ടിക്കാണ്. നിശ്ചിത ദിവസം ആന്റിബയോട്ടിക് കഴിക്കുകയും പനി മാറുകയും ചെയ്യും. പക്ഷേ പനി മാറുന്നതിനൊപ്പം ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ മറ്റൊരു തരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഓരോ അവയവത്തിന്റെയും പ്രവർത്തനത്തെ പോലും ആന്റിബയോട്ടിക് പ്രതികൂലമായി ബാധിക്കും. പിന്നീട് ഏത് അസുഖത്തിന് ആന്റിബയോട്ടിക് കഴിച്ചാലും അസുഖത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം തളർന്നു പോകും. മാനവരാശി നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചുകളിലൊന്നാണ്. ധാരാളം ആന്റിബയോട്ടിക്കുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 2050 ഏതാണ്ട് കോടിക്കണക്കിന് ആൾക്കാർ പെർ ഇയർ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് മൂലം മാത്രം മരിച്ചു പോകും എന്നുള്ളതാണ്. ഡോക്ടറിന്റെ കുറിപ്പടിയോടുകൂടി മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ. പക്ഷേ ഇതൊന്നും രോഗികൾ ആരും പാലിക്കില്ല. ചില ഡോക്ടർമാർ രോഗികൾക്ക് ചികിത്സയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ആന്റിബയോട്ടിക്കുകൾ കുറിച്ചു നൽകുന്ന രീതിയുമുണ്ട്. കോമൺലി യൂസ് ചെയ്യപ്പെടുന്ന അമോക്സിസിലിൻ പോലെയുള്ള സിപ്രോഫ്ലോക്സിസിൻ പോലെയുള്ള ധാരാളം ആന്റിബയോട്ടിക്കുകൾ ദുരുപയോഗം ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ നാം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഒരു കാരണവശാലും കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആന്റിബയോട്ടിക് ഉപയോഗം കുറയ്ക്കുമെന്ന് ഓരോരുത്തരും സ്വയം വിചാരിക്കണമെന്ന അഭ്യർത്ഥനയും ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്നു. അമിതമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം മഹാദുരന്തത്തിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക. ചെറിയ അസുഖങ്ങൾ പോലും പെട്ടെന്ന് മാറാൻ ആന്റിബയോട്ടിക് കഴിക്കുന്ന ശീലം നമ്മൾ എത്രയും വേഗം ഒഴിവാക്കിയേ മതിയാകൂ. തിരുവനന്തപുരത്ത് നിന്ന് എസ് അനോഷിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് ആരോഗ്യ മേഖലയിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തെ തുടർന്ന് എന്നുള്ളത് നമ്മോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്? ഷിജോ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഒരു ചെറിയ തലവേദന വന്നാൽ പോലും നേരെ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് മരുന്ന് വാങ്ങിക്കുന്ന ആളുകളാണ് മലയാളികൾ എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമല്ല. ഇപ്പം ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോകുന്ന സമയങ്ങളിൽ പോലും അത്തരത്തിലുള്ള കാഴ്ചകൾക്ക് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ മാസം 9-ാം തീയതിയാണ് ആരോഗ്യമന്ത്രി കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം കൊണ്ടുവരുന്നത്. ഈ ആന്റിബയോട്ടിക്കുകളുടെ യൂസിൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഇത്തരത്തിൽ മരുന്നുകൾ നൽകരുത് എന്നുള്ളത്. അത് പാലിക്കപ്പെടുന്നില്ല എന്ന് തന്നെയാണോ? ഫരിഷ, ഗുഡ് മോർണിംഗ്. ഇതിൽ ആദ്യമേ കുറ്റപ്പെടുത്തേണ്ടത് ആരോഗ്യ വകുപ്പിനെയോ മെഡിക്കൽ സ്റ്റോറുകളെയോ അല്ല, മലയാളികൾ. അതായത് നമ്മളെ തന്നെയാണ് ഇതിന്റെ ആദ്യത്തെ കുറ്റക്കാരായി കാണേണ്ടത്. കാരണം ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം സ്വയം ഉപയോഗിക്കില്ല, ആന്റിബയോട്ടിക് ഉപയോഗിക്കില്ല എന്ന് സ്വയം തീരുമാനിച്ചാൽ മാത്രമേ ആന്റിബയോട്ടിക്കിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അക്കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. എന്തായാലും ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് സാധാരണഗതിയിൽ ഉള്ളതുപോലെ ഇനി നൽകാൻ കഴിയില്ല എന്നുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് ഈ വർഷം ആദ്യം തന്നെ എടുത്തൊരു തീരുമാനമാണ്. 9-ാം തീയതിക്ക് മുമ്പ് തന്നെ ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് 2024 ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കും. ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ ഒരു കാരണവശാലും ആന്റിബയോട്ടിക്കുകൾ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നോ ഫാർമസികളിൽ നിന്നോ നൽകരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമായിരുന്നു അന്നത്തെ ആ വാർത്താക്കുറിപ്പിൽ ഉണ്ടായിരുന്നത്. എന്നാൽ 9-ാം തീയതി ആരോഗ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിക്കുന്നു. ഈ വാർത്താ സമ്മേളനത്തിൽ ആരോഗ്യമന്ത്രി ഉറപ്പിച്ചു പറയുന്ന കാര്യം ഇതാണ്: ആരോഗ്യ വകുപ്പിന്റെ കൃത്യമായ നിർദ്ദേശം ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ ഒരു കാരണവശാലും ആളുകൾക്ക് ആന്റിബയോട്ടിക്കുകൾ മെഡിക്കൽ സ്റ്റോറിൽ നൽകാൻ പാടില്ല എന്നുള്ളതാണ്. എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഫാർമസികളിലും ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ നൽകാൻ കഴിയില്ല എന്ന് കാണിക്കുന്ന തരത്തിൽ നോട്ടീസ് പതിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്റ്റിക്കർ എഴുതി ഒട്ടിക്കണം എന്നുള്ള കാര്യം കൂടി എല്ലാ മെഡിക്കൽ സ്റ്റോറുകൾക്കും ആരോഗ്യ വകുപ്പ് നിർദ്ദേശം നൽകിയതാണ്. എന്നാൽ ആ ഒരു നിർദ്ദേശം പോലും ഈ മെഡിക്കൽ സ്റ്റോറുമായി ബന്ധപ്പെട്ട് നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഏതാണ്ട് ഒരു 100 മെഡിക്കൽ സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 50 മെഡിക്കൽ സ്റ്റോറിൽ പോലും ആദ്യം പ്രാഥമികമായിട്ട് ചെയ്യേണ്ട കാര്യം, അതായത് ഈ ആന്റിബയോട്ടിക് ഡോക്ടറിന്റെ കുറിപ്പടിയില്ലാതെ നൽകില്ല എന്നുള്ള സ്റ്റിക്കർ പോലും ഒട്ടിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സാധാരണഗതിയിൽ ഒരു തലവേദന വന്നാലോ ചുമ വന്നാലോ അല്ലെങ്കിൽ ഒരു ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായാലോ ഡോക്ടറെ കാണുന്നതിന് പകരം നമ്മൾ സ്വയം ചികിത്സ തേടും. ആ സ്വയം ചികിത്സയ്ക്ക് ആദ്യം മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങുന്നത് അമോക്സിസിലിനോ അല്ലെങ്കിൽ അസത്രോമൈസിനോ അങ്ങനെ തുടങ്ങിയ ആന്റിബയോട്ടിക്കുകളാണ്. ഇപ്പോൾ ഫുഡ് ഇൻഫെക്ഷനും മറ്റൊക്കെ ഉപയോഗിക്കുന്ന സിപ്ലോക്സ് പോലെയുള്ള ആന്റിബയോട്ടിക്കുകൾ, സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന അമോക്സിലിൻ പോലുള്ള ആന്റിബയോട്ടിക്കുകൾ, ഇത് നമ്മൾ ആ മെഡിക്കൽ സ്റ്റോറിൽ പോയി ചോദിച്ചാൽ ഉടൻ എടുത്തു നൽകുന്ന ശീലം മെഡിക്കൽ സ്റ്റോറുകൾക്കുമുണ്ട്. അപ്പോൾ അതിനെ കർശനമായിട്ട് പ്രതിരോധിക്കുക
അറിയിക്കുക എന്നൊരു പദ്ധതിയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെച്ചത്. അത് കൃത്യമായിട്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളെ അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആരോഗ്യവകുപ്പ് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ട് പോലും മെഡിക്കൽ സ്റ്റോറുകൾ അത് പാലിക്കുന്നില്ല എന്നുള്ളതാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്ത് അസുഖമാണ് എന്ന് പറഞ്ഞാലും അതിന് ആന്റിബയോട്ടിക് ആണ്, 2 നേരം ഇത് കഴിക്കണം. ഒരു ചോദ്യവും പറച്ചിലും ഒന്നുമില്ലാതെ ചില മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് സാധനങ്ങൾ ഗുളിക എടുത്ത് നൽകുന്നു. മറ്റു ചില മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് അസുഖമാണ്, ഈ അസുഖത്തിന് ഇന്ന രീതിയിൽ മരുന്ന് കഴിക്കണം, അതായത് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ തന്നെയുള്ള കാര്യങ്ങൾ മെഡിക്കൽ സ്റ്റോറുകളിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ആന്റിബയോട്ടിക്കുകൾ ഇത്തരത്തിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങുന്നതും അത് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്ന് നൽകുന്നതും ചെറിയ കാര്യമല്ല, അത് ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പ്രത്യേകിച്ച് ചെറിയ അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് കഴിച്ച് ആ അസുഖം മാറിയാൽ ആ ആന്റിബയോട്ടിക് മൂലം മറ്റ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. ഇപ്പോൾ ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് ഈ വർഷം തന്നെ, അതായത് 2024 ഇതേ രീതിയിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം തുടർന്നാൽ ഇപ്പോൾ ഇതുമൂലം ആന്റിബയോട്ടിക് ഉപയോഗം മൂലം മരിക്കുന്ന ആളുകളുടെ എണ്ണം വലിയ തോതിൽ ഉയരുമെന്ന ആശങ്ക ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് ആരോഗ്യവകുപ്പ് നിലവിൽ മുന്നോട്ട് പോകുന്നത്. ആ പദ്ധതികളെ തുരങ്കം വെക്കുന്നതാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടത്തുന്ന മെഡിക്കൽ സ്റ്റോറുകളുടെ പ്രവർത്തനം. ശരി, ഇവിടെ ഷിജോ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ശീലം മാറ്റേണ്ടത് മലയാളികൾ തന്നെയാണ്. ഇത്തരത്തിൽ ഈ ആന്റിബയോട്ടിക്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം നമ്മെ തന്നെ എഞ്ചിഞ്ചായി കൊല്ലുമെന്നുള്ള ബോധ്യം ഓരോ മലയാളിക്കും ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.